കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 8 ആഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കാൻ കൊച്ചി കോർപ്പറേഷനോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ചങ്ങമ്പുഴ നഗറിൽ നിന്നാണ് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നത്. കളമശ്ശേരിയിലാണ് ഈ ചങ്ങമ്പുഴ നഗർ. ഇത്തരമൊരു ഇൻസ്ട്രക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് വന്നിരിക്കുന്നു. പറയൂ. SKN ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഗോവിന്ദൻ നമ്പൂതിരി പരാതി നൽകിയത്. കൊച്ചിയിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് കാരണം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. കൃത്യമായ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വരുന്ന പരാതി. ആ പരാതിയിന്മേലാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. 8 ആഴ്ചക്കുള്ളിൽ ഒരു നടപടി വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിലവിൽ നിൽക്കുന്നത് ഈ ചങ്ങമ്പുഴ നഗറിലുള്ള VR തങ്കപ്പൻ റോഡിലാണ്. ഇവിടെ കനത്ത വെള്ളക്കെട്ടാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. ഈ തോടിൽ നിന്നെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് പോവുകയാണോ? വെള്ളക്കെട്ട് ഒരു പ്രശ്നമായതുകൊണ്ട് ഇവിടുന്ന് കാരണം വെള്ളക്കെട്ട് തന്നെ. വെള്ളക്കെട്ട് ഉണ്ട്. എല്ലാ തവണ ഇവിടെ പ്രശ്നമുണ്ടോ? നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് മഴ പെയ്താൽ അപ്പൊ വെള്ളം പൊങ്ങും. ഈ തോട് ചിലപ്പോൾ ബ്ലോക്ക് ആകും. ഇന്നലെ ഈ തോട് ബ്ലോക്ക് ആകും. അത് അവിടെ നിറയെ ചെയ്തുകൊണ്ടാണ് പ്രശ്നം. വീടിനകത്തേക്ക് കയറുന്ന വീടിനകത്ത് കയറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് പേടിയായി കയറുന്നു. രണ്ടാമത്തെ പടി വരെ എത്തി. ഒരു സംശയം ഉണ്ടായിരുന്നു. എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ എടപ്പള്ളിയിൽ ഒരു വീടുണ്ട് ഞങ്ങളുടെ, അങ്ങോട്ട് പോവാണ്. അത് ഇത്തിരി ബെറ്റർ ആണ്, അതുകൊണ്ടാണ്. അവിടെ ഇത്തിരി ബെറ്റർ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഒരു കുഞ്ഞ് മോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവര് നിലവിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. നേരെ മറ്റിടത്തേക്ക് മാറുകയാണ്. ഒരുപക്ഷെ മഴ ശക്തമായാൽ ഈ മേഖലയിൽ കൂടുതൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ മുട്ടോളം വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് ഒരു തോടുണ്ട്. ആ തോട് കരകവിഞ്ഞ് ഒഴുകുന്നതാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാര്യം. ഈ പറമ്പിലൊക്കെ വേസ്റ്റ് എല്ലാം നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പല ആളുകളും ഇതിനോടകം തന്നെ ഈ മഴ ശക്തമാകുമെന്നൊരു ആശങ്ക ഭയന്ന് അവർ വീട് വിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ VR തങ്കപ്പൻ നഗറിൽ മാത്രമല്ല, ഈ കളമശ്ശേരിയിലെ പ്രധാനപ്പെട്ട മേഖലകൾക്കൊക്കെ ഇത്തരത്തിലൊരു സാഹചര്യം നിലവിൽ ഉണ്ട്. എന്തായാലും ആളുകളോട് ഇവർ ചെയ്ത പോലെ വെള്ളം കയറുമെന്നൊരു ആശങ്ക ഉണ്ടെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് സ്വീകരിക്കേണ്ട നടപടി. ഈ വിഷയത്തിൽ, വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. SKN വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.